നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയുടെ ആത്മാവോടുകൂടെ നമുക്കായിരിക്കുകയും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ദൈവവചനത്തിൽ നിന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ദൈവത്തിന്റെ സ്നേഹം, ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തെ അറിയാതിരിക്കെ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹം, നമ്മെ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാക്കുന്ന, അവന്റെ കയ്യിലെ ഉള്ളം കൈയിലെ വരയെ പോലെ. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ അറിഞ്ഞു. ഞാൻ അവനെ അറിയുന്നതിന് മുമ്പേ അവൻ എന്നെ അറിഞ്ഞു. അറിഞ്ഞതിന് ശേഷം അവൻ എനിക്ക് വാഗ്ദത്തങ്ങൾ നൽകി. നീ തീയിൽ കൂടെ കടന്നുപോയാൽ നീ വെന്തുപോകുകയില്ല, വെള്ളത്തിൽ കൂടെ കടന്നുപോയാൽ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു നല്ല കർത്താവിനെ കുറിച്ചും, അതിനെ തുടർന്ന് ഈ കർത്താവിന്റെ സ്നേഹം നമ്മെ നയിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യബോധത്തിലേക്ക്, നമ്മുടെ ഒരു പരിമിതിയിലേക്ക്, നമ്മുടെ ഒരു കുറവ് നമ്മൾ കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് അത് നമ്മെ നയിക്കണം. അല്ലാതെ നമ്മൾ അവിടെ തൃപ്തിപ്പെട്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ മാത്രം നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കരുത്. അതിനെ തുടർന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുറവുകളെ നമ്മൾ കാണുന്നു. എനിക്ക് ദൈവമില്ലാതെ മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള നിസ്സഹായമായ അവസ്ഥയിൽ ഞാൻ ദൈവത്തിൽ ചാരുകയും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഞാൻ തുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിലെ നാം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, ഇതിന്റെ എല്ലാം അർത്ഥം നമുക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. ദൈവം ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം നമ്മെ ബലഹീനരാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്, നമ്മുടെ കഴിവില്ലായ്മ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മൾ ചിന്തിച്ചത്, നമുക്ക് അങ്ങനെ നമ്മുടെ കുറവുകളെ നാം കണ്ടെത്തുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം, ദൈവം ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല, എനിക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ എന്റെ ഉള്ളം കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നു. നമ്മൾ സങ്കീർത്തനം 42-ലും സങ്കീർത്തനം 84-ലും ഒക്കെ ദൈവത്തിന് വേണ്ടിയുള്ള ഈ ദൈവഭക്തന്മാരുടെ ഒരു കാംക്ഷ, വാഞ്ച, ലോങ്ങിങ് ഓഫ് ദെയർ ഹാർട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മെ മുമ്പോട്ട് നയിക്കുന്നത് ഈ ഒരു ലോങ്ങിങ് ആണ്. കർത്താവ് എനിക്ക് കൂടുതൽ അങ്ങേ അറിയണം, കൂടുതൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് വേണം, കൂടുതൽ അങ്ങയുടെ വചനം എനിക്ക് അറിയണം, അങ്ങേ അറിയണം. അങ്ങനെ നമ്മൾ ദൈവത്തെ അറിയുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്, ദൈവം നമ്മെ അറിയുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അപ്പം നമ്മൾ ദൈവത്തിനെ തുടർന്ന് നമ്മൾ ദൈവത്തെ ആഗ്രഹിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം, നാം ദൈവത്തെ അറിയാനായിട്ട് തുടങ്ങും. നാം ദൈവത്തെ അറിയാനായിട്ട് തുടങ്ങും. അപ്പൊ ദൈവം നമ്മെ അറിയുന്നു, നാം നമ്മുടെ കുറവുകളെ കാണുന്നു, നാം ദൈവത്തെ അന്വേഷിക്കുന്നു. അതിനെ തുടർന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ അറിയുന്നവരായിരിക്കണം, നാം ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം, നാം ദൈവത്തെ അറിയണം. ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പല ആളുകൾക്കും ദൈവത്തെക്കുറിച്ച് അറിവുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള, പക്ഷെ വ്യക്തിപരമായി ദൈവത്തെ അറിയുക, നോയിങ് ഗോഡ് പേഴ്സണലി. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. നാം യേശു ക്രിസ്തുവിനെ ദൈവം നൽകി, നമ്മെ സ്നേഹിച്ചു, നമുക്ക് രക്ഷ നൽകി. അപ്പൊ നാം രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുക എന്നുള്ളത് മാത്രമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ ദൈവമകനായി മകളായി തീർന്നു, അതിനെ തുടർന്ന് എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് പോയി ദൈവത്തെ അറിയുന്നവനായി തീരണം, ഞാൻ ദൈവത്തെ അറിയുന്നവളായി തീരണം. അപ്പൊ ദൈവത്തെ അറിയുകയും ദൈവത്തെ ഞാൻ വ്യക്തിപരമായിട്ട് അറിയുന്നതിലൂടെ, അവിടെ പറയുന്നത് അത് തന്നെയാണ്, യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് നോക്കുകയും, നാം ദൈവഭക്തന്മാരായ പല മനുഷ്യരുടെയും ജീവിതത്തിൽ അവരുടെ അന്വേഷണം, ദൈവത്തെ എനിക്ക് അറിയണം, ദൈവത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയണം,
ദൈവത്തെ എനിക്ക് അടുത്തറിയണം. ആ ദൈവത്തെ അറിയുവാനുള്ള അന്വേഷണത്തിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് അറിയണം. അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയിലൂടെ എനിക്ക് ദൈവത്തെ അറിയണം. അങ്ങനെ ആരാ പറഞ്ഞത്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ദൈവത്തെ അറിയണം. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, പത്രോസും ഈ പല അപ്പോസ്തലന്മാരും ദൈവത്തെ അറിയുവാനായിട്ടുള്ള അവരുടെ വ്യക്തിപരമായ ഒരു അന്വേഷണത്തെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ആ പ്രസിദ്ധമായ വാക്കുകൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും അതിനെ തുടർന്ന് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലെല്ലാം തന്നെ ദൈവത്തെ അറിയുവാൻ, ക്രിസ്തുവിനെ അറിയുവാനുള്ള ഒരു അന്വേഷണം നമ്മൾ കാണുന്നു. 3-ാം അധ്യായത്തിൽ നമ്മൾ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 7 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അവനെ സംബന്ധിച്ചോളം അവൻ പല കാര്യങ്ങൾ ഛേദമെന്നെണ്ണി, ഞാൻ ഇപ്പോഴും പല കാര്യങ്ങൾ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ഛേദമെന്നെണ്ണി ഞാൻ മുമ്പോട്ട് പോകുന്നത്? എന്തിനു വേണ്ടിയാണ്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയേണ്ടതിനും ഞാൻ ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ഒരു വാക്യം ഒരു സഹോദരൻ വായിക്കുകയുണ്ടായി. നമ്മെ സംബന്ധിച്ചോളം, പൗലോസിനെ സംബന്ധിച്ചോളം, പൗലോസിന്റെ ഹൃദയത്തിൽ എനിക്ക് ദൈവത്തെ അറിയണം, അവനെ അറിയണം. 10-ാം വാക്യം, അവന്റെ മനരത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും എനിക്ക് അറിയണം, എനിക്ക് അവനെ അറിയണം. നമ്മുടെ ജീവിതത്തിലും പ്രിയ സഹോദരന്മാരെ, നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിന്റെ പല വഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ, കർത്താവേ, എനിക്ക് അങ്ങയെക്കുറിച്ച് മറ്റുള്ള ആളുകൾ പറയുന്ന ഒരറിവല്ല. പ്രിയ പല സഹോദരന്മാരും ദൈവത്തെക്കുറിച്ച് പറയുന്നു, പല പുസ്തകങ്ങളിലും ഞാൻ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു, ഞാൻ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നു. പക്ഷെ അതിനെക്കാട്ടിലുപരി എന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ, എന്റെ ജീവിതത്തിന്റെ പാതകളിലൂടെ, എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ഒപ്പമുള്ള, എന്റെ കൂടെയുള്ള ആ ഒരു ദൈവത്തെ ഞാൻ തൊട്ടറിയുവാൻ, രുചിച്ചറിയുവാൻ, ആ ദൈവത്തെ അറിഞ്ഞ് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചറിയുവാൻ, ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഞാൻ അവിടെ താഴേക്കും കുഴിയിലേക്കും മരണത്തിലേക്കും പോകാമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ താങ്ങുന്നു, ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി എന്നെ എഴുന്നേൽപ്പിക്കുന്നു, എനിക്ക് അതിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അനുഭവിച്ചറിയുക, അതിനുവേണ്ടി ആ ഒരു അന്വേഷണത്തിൽ എനിക്ക് അവനെ അറിയണം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയണം. അതിനുവേണ്ടി ഞാൻ ഛേദം എന്ന് എണ്ണുന്നു. അപ്പോ ഞാൻ എന്നിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ പൗലോസിനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള ഒരു അന്വേഷണമാണ്. ഇതൊരു രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്ന ഒരു കാര്യമല്ല. എനിക്ക് കർത്താവിനെ അറിയണം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയണം എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും അത് പിടിച്ചിട്ടില്ല. ഞാനിപ്പോഴും ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവിനെ അറിയുവാനായിട്ടുള്ള ഒരു അന്വേഷണം, അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടം നമ്മൾ പൗലോസിന്റെ ജീവിതത്തിൽ അത് നമ്മൾ കാണുന്നു. നമ്മൾ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതുമ്പോഴും എഫേസ്യ ലേഖനത്തിലും നമ്മൾ അത് വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവൻ നമ്മെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പുള്ള വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ, 17-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ അവിടെ
അല്ലെങ്കിൽ 16-ാം വാക്യം മുതൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതിനെ തുടർന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും. ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല. 19-ാം വാക്യം, ആൻഡ് ടു നോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് പാസസ് നോളജ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലഭാഷയിൽ നിന്നുള്ള അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം, ക്രിസ്തുവിന്റെ സ്നേഹത്തെ എനിക്ക് ഒരു അറിവായിട്ട്, ഒരു ഇന്റലക്റ്റിൽ ഉള്ള ഒരു അറിവായിട്ട്, ഒരു നോളജായിട്ട് ഇരിക്കുന്നതിനപ്പുറത്ത്, അതിനെക്കാട്ടിലും അപ്പുറത്ത് എനിക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ എനിക്ക് അറിയുവാൻ, എനിക്കൊരു ബുദ്ധിപരമായ ബൗദ്ധികമായ അണ്ടർസ്റ്റാൻഡിങ്ങിനെക്കാട്ടിൽ ഉപരി എനിക്ക് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വ്യക്തിപരമായിട്ട് അറിയുവാൻ, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോ പൗലോസിന്റെ സ്വന്തം ജീവിതത്തിലെ അന്വേഷണം അതായിരുന്നു, എനിക്ക് ദൈവത്തെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അറിയണം, അവനെ എനിക്ക് അറിയണം, അതിനുവേണ്ടി ഞാൻ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഞാൻ കടന്നു പോകണമെന്ന് എനിക്കറിയാം, ആ വഴിയിലൂടെ ഞാൻ കടന്നുപോയി എനിക്ക് അവനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. അതിനുശേഷം ഇതാ പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എഫേസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വ്യക്തിപരമായിട്ട് അവരറിയണം. അത് അവരുടെ ഒരു ബുദ്ധിപരമായ അറിവിനെക്കാട്ടിൽ അപ്പുറത്ത് അവരത് പേഴ്സണലായിട്ട് അവരറിയണം എന്നാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലാണെങ്കിലും ഇപ്രകാരമുള്ള ചില വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ് ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലുള്ളത്. ദാനിയേൽ 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, അവിടെ ശൂന്യമായ മ്ലേച്ഛ ബിംബത്തെ ഒക്കെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെയുള്ള അന്ത്യകാലവും വഞ്ചനകളും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആ പശ്ചാത്തലത്തിൽ വായിക്കുന്നത് 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കും. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയ സൗരസോന്മാരെ, ദൈവം ഇതാണ് വളരെയധികം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് അല്ല, നമ്മൾ ഇവിടെയുള്ള ഏതെങ്കിലും ആത്മീക നേതൃത്വം വഹിക്കുന്ന സഹോദരന്മാരെ എനിക്ക് അടുത്തറിയാം എന്നുള്ളതല്ല, ഏതെങ്കിലും ചില ഉപദേശങ്ങൾ എനിക്കറിയാം എന്നുള്ളതല്ല, എനിക്ക് ഈ ഒരു ചർച്ചിന്റെ ഭാഗമാണ് ഞാൻ എന്നുള്ളതല്ല. അതിനെക്കാട്ടിലപ്പുറത്ത് വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുക. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയാത്തത്, പല സാഹചര്യങ്ങളിലും നമ്മൾ കുലുങ്ങിപ്പോകുന്നത്, പല സാഹചര്യങ്ങളിലും നമ്മൾ പതറിപ്പോകുന്നത്, അതിന്റെ കാരണം നമ്മളുടെ ഈ ഒരു അടിസ്ഥാനം, ഞാൻ ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുക. ആ അറിയുന്ന കാര്യത്തിൽ ദൈവത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം, അതിനുള്ള ചില തടസ്സങ്ങൾ ഒക്കെ ഉണ്ട്. ആ തടസ്സങ്ങൾ എന്താണെന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുന്നവരായി ഉറച്ചു നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ ആ ഉദ്ദേശം നാം നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറ്റുന്നവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പല സമയങ്ങളിലും ഈ ദൈവത്തിനോടുള്ള ഈ പ്രകാരമുള്ള അന്വേഷണം അത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ അറിവിലേക്ക് നയിക്കാത്തത് കൊണ്ട് ഉറച്ചു നിൽക്കുവാനായിട്ട് പല സൗരസ്വന്മാർക്കും കഴിയുന്നില്ല. നമ്മൾ ഇതിന്റെ ദാനിയേലിന്റെ തൊട്ടടുത്ത പുസ്തകം ഹോശേയയുടെ പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾ നശിച്ചു പോകുന്നതിന്റെ ഒരു കാരണം തന്നെ ഹോശേയാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത്, 4-ാം അധ്യായത്തിന്റെ തുടങ്ങുമ്പോൾ തന്നെ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ അവസാന ഭാഗത്ത്, ദേശത്ത് സത്യവുമില്ല, ദയയും ഇല്ല. ദേശത്ത് സത്യമില്ല, ദേശത്ത് ദയയില്ല, ദൈവപരിജ്ഞാനവുമില്ല. അപ്പൊ ദൈവപരിജ്ഞാനമില്ലാത്തതാണ് ഈ ദേശത്ത് ഇങ്ങനെയുള്ള പല അപജയങ്ങൾക്കും കാരണമായി തീരുന്നത്. 6-ാം വാക്യത്തിൽ അദ്ദേഹം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു, പരിജ്ഞാനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അത് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ അറിവ് ഇല്ലാത്തതിനാൽ എന്റെ ജനം
നശിച്ചു പോകുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. സങ്കീർത്തനം 103 പല സഹോദരന്മാരും പലപ്പോഴായിട്ട് ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. അതായത് 103 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ മക്കളെക്കുറിച്ചും മോശയെക്കുറിച്ചും താരതമ്യപ്പെടുത്തി പറയുന്ന ഒരു വാക്യമാണ്. അവൻ മോശയെ തന്റെ വഴികളെ, 7-ാം വാക്യം 103 സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം, അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. പല ആളുകളെ സംബന്ധിച്ചോളം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ പ്രവൃത്തി അവർ കണ്ടവരാണ്. അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ മോശയെ സംബന്ധിച്ചോളം, മോശയോട് കുറിച്ച് നമ്മൾ വായിക്കുന്നത്, മോശയോട് ദൈവം അഭിമുഖമായിട്ട് സംസാരിച്ചു, മുഖാമുഖം സംസാരിച്ചു. മോശയ്ക്ക് ദൈവത്തിന്റെ തേജസ്, അവൻ പാറയുടെ ഇടുക്കിൽ അവൻ നിന്ന് ദൈവത്തിന്റെ തേജസ് അവന് കാണുവാനായിട്ട് സാധിച്ചു. ദൈവവുമായിട്ട് വ്യക്തിപരമായി, അവൻ മലയിൽ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ട് അവനൊരു എൻകൗണ്ടർ ഉണ്ടായി. ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിഞ്ഞിരുന്ന മോശ, ആ വ്യക്തിപരമായി അറിഞ്ഞ മോശയെ അവന്റെ വഴികളെ മോശയോട് പറയുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു. പക്ഷേ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവം ചെയ്യുന്ന ഒരു അത്ഭുതം, ദൈവം പാറയിൽ നിന്ന് വെള്ളം കൊടുക്കും, ദൈവം മരുഭൂമിയിൽ അവർക്ക് അപ്പം കൊടുക്കുന്നു. അപ്പോ ഈ രീതിയിലുള്ള അത്ഭുതങ്ങളും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അവർക്ക് ഉണ്ടായ രോഗസൗഖ്യവും, ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ശത്രുക്കളെ സംഹരിച്ചതും, ഈ കാര്യങ്ങൾ മാത്രം കണ്ടാണ് ഇസ്രായേൽ മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മതിയായിരുന്നു. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തെ അറിയണം. നിന്റെ തേജസ് എന്റെ മുമ്പാകെ പോകുന്നില്ലെങ്കിൽ ഞാൻ പോവുകയില്ല, എനിക്ക് ദൈവത്തെ അറിയണം. മോശ ആ രീതിയിലുള്ള ഒരു അന്വേഷണമുള്ളവനായിരുന്നു, ദൈവത്തെ മുഖാമുഖമായിട്ട് അറിയുന്നവനായിരുന്നു, ദൈവം അവനോട് സംസാരിക്കുന്നവനായിരുന്നു. അവന് ദൈവത്തിന്റെ വഴികളെ അറിയാമായിരുന്നു. ഒരു സാഹചര്യത്തിൽ മുമ്പിൽ നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, ആ സമ്മർദ്ദങ്ങൾ വരുന്നു. സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ലോകത്തിന്റെ രീതിയിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വഴിയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വഴി, ഇവിടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിലൂടെ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഈ മറ്റുള്ള വ്യക്തി എന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ, ഈ ഒരു സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ, ദൈവമേ എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നത് രക്ഷപ്പെടണം എന്ന് തോന്നുന്നു, എനിക്ക് ഈ കാര്യത്തിൽ എന്നെ തന്നെ ന്യായീകരിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് ഇവിടെ ഡിഫെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ദൈവമേ നിന്റെ വഴി എന്താണ്, ഇവിടെ നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നിന്റെ വഴി എന്താണ്? അപ്പൊ ദൈവത്തെ അറിയുന്നതിലൂടെയാണ് ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുക. ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ വഴിയെ അറിയുക. ദൈവത്തിന്റെ പ്രവൃത്തികളെ മാത്രം കണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം തൃപ്തരായി തീരാതെ ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ വഴികളെ അറിയുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു പ്രാധാന്യത്തെ, ദൈവത്തെ അറിയുന്നതിന്റെ പ്രാധാന്യത്തെ കാണിക്കുവാനായിട്ടാണ് ഞാൻ ഈ വചനങ്ങളെല്ലാം, ഞാൻ വീണ്ടും വീണ്ടും ഈ വചനങ്ങളെല്ലാം വായിക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ അറിയുന്നതാണ്, വ്യക്തിപരമായിട്ട് അറിയുന്നതാണ് എന്ന് നമ്മൾ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ മുതൽ നമ്മൾ വായിക്കുന്നത്, 10 മുതൽ ഞാൻ വായിക്കട്ടെ. എബ്രായ ലേഖനം 8-ാം അധ്യായം 10 മുതൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനമായിരിക്കും. എന്നിട്ട് 11-ാം വാക്യത്തിൽ പറയുന്നു, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. നിങ്ങൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ ഈ വാക്യം? എന്താ ഇവിടെ പറയുന്നത് ഈ വാക്യം? അതിന്റെ അർത്ഥം എന്താണ്? അവര് ആരെന്നെ അറിയുന്ന? ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ, കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ ദൈവത്തെ അറിയും. അവർ ആബാലവൃദ്ധം ദൈവത്തെ അറിയും. ഇത് പുതിയ നിയമത്തിലുള്ള ഒരു വാഗ്ദത്തമാണ്. പുതിയ നിയമത്തിലുള്ള ഒരു വാഗ്ദത്തമാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയും. വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയും. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, ഒരു സമ്മർദ്ദമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഉടനെ എന്താ ചെയ്യുക? ഉടനെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ മമ്മയ്ക്കും ഡാഡിക്കും ഫോൺ വിളിക്കുകയാണോ ചെയ്യുക? ഉടനെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുന്നതിനെ തടയാത്ത കർത്താവ്, നിങ്ങളിവിടെ സൺഡേ സ്കൂൾ പഠിക്കുന്നു, നിങ്ങളിവിടെ മീറ്റിംഗിൽ ദൈവവചനം കേൾക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയാമോ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങൾക്കായി കരുതുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ
നിങ്ങൾക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. കർത്താവേ, എനിക്ക് അങ്ങ് കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ കർത്താവിനോടൊന്ന് ആ സമയത്ത്, പ്രിയ കർത്താവേ എന്നെ ഇവിടെ സഹായിക്കണം, പ്രിയ കർത്താവേ ഞാൻ ഇപ്പൊ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, നിങ്ങൾക്ക് പേടി വരുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവേ എനിക്കിപ്പോ പേടി വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിനോട് നിങ്ങൾ സംസാരിക്കുക, കർത്താവിനോട് പറയുക. അതിലൂടെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കർത്താവിനെ അറിയുവാനായിട്ട് കഴിയും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോ നിങ്ങൾക്ക് എന്താ, അവിടെയും കർത്താവെ ഇവിടെ അങ്ങേക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, ഇവിടെ എന്തെങ്കിലും അങ്ങനോട് സംസാരിക്കാനുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മർദ്ദം വരുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ആബാലവൃദ്ധം, ഇവിടെ മുതിർന്നവർക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും എല്ലാം പലതരത്തിലുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് പുതിയ നിയമത്തിന്റെ ഒരു വാഗ്ദത്വമായിട്ടാണ്, പുതിയ നിയമത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തൻ കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ഈ പുതിയ നിയമത്തിന്റെ ജീവിതത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് നമുക്ക് മീറ്റിംഗിൽ പോലും ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുവാനായിട്ടുള്ള ഒരു അവസരം പുതിയ നിയമത്തിൽ ദൈവം നൽകിയിരിക്കുന്നു. ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനമായിരിക്കും, അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു സാധ്യതയാണ് നമുക്കുള്ളത്, ദൈവത്തെ അറിയുവാനായിട്ട് ഉള്ള ഒരു സാധ്യത. ഈ ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഒരു അന്വേഷണം നമുക്ക് പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസിന്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പത്രോസിന്റെ ചില പരാജയങ്ങളെ കുറിച്ച് ചിന്തിച്ചു. തന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ടവനാണ് പത്രോസ്, തന്റെ കുറവുകളെ കണ്ടവനാണ് പത്രോസ്, ഞാൻ എത്ര നിസ്സഹായനാണ് എന്ന് കണ്ടവനാണ് പത്രോസ്. അതിനെ തുടർന്ന് ആ കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോ കർത്താവിന്റെ മുമ്പാകെ, ആ ദൈവസ്നേഹത്തിന്റെ മുമ്പാകെ കർത്താവിനെ അറിയുവാനായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നീ എന്റെ മറ്റൊരുവൻ അവന്റെ അരയ്ക്ക് കെട്ടുന്ന ഒരു ജീവിതത്തിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനാണ് പത്രോസ്. അപ്പോ അവന് കർത്താവിനെ അറിയില്ലായിരുന്നു. ഒരു സമയത്ത് അവൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ പുറകെ പോവുകയായിരുന്നു. പക്ഷേ അവന് ദൈവത്തെ അറിയില്ലായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോ പത്രോസിന്റെ ജീവിതത്തിലെ ഒരു അന്വേഷണം, പ്രധാനമായ അന്വേഷണം എന്താണ് എന്ന് ശ്രദ്ധിക്കുക. 2 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ 2 പത്രോസ് 1-ാം അധ്യായം പത്രോസ് ലേഖനം എഴുതുകയാണ്. പത്രോസ് എഴുതുന്നത്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുന്നു. 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ആദ്യം തന്നെ അദ്ദേഹം എഴുതുന്ന ആ സെന്റൻസ് ആണ്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അതിനെ തുടർന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചും തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. എന്നിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനായിട്ട് ഇവയാൽ നമുക്ക് ഇടവരുന്നു. എന്നിട്ട് 5-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. വർദ്ധമാനമായ ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഇതിനോട് ഇത് കൂട്ടണം. നിങ്ങൾ ഉത്സാഹം കഴിച്ച് നിങ്ങൾ ഉത്സാഹത്തോടുകൂടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. വിശ്വാസത്തോട് നിങ്ങൾ വീര്യം കൂട്ടണം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം കൂട്ടണം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത കൂട്ടണം, സ്ഥിരതയോട് ഭക്തി കൂട്ടണം, ഭക്തിയോട് സഹോദരപ്രീതി കൂട്ടണം, തുടർന്ന് സ്നേഹത്തിൽ നിങ്ങൾ വളരണം. എന്നിട്ട് പറയുകയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവീൻ.
എന്നിട്ട് പത്രോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട് 11-ാം വാക്യത്തിൽ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതെന്തിനാണ് ആ വാക്ക് ധാരാളമായി പ്രവേശിക്കും? അബണ്ടന്റ് എൻട്രൻസ്. രാജ്യത്തിലേക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ കർത്താവിന്റെ സ്നേഹം എനിക്ക് രക്ഷയിലേക്ക് കടന്നു വന്നു. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ എന്റെ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഒരു പ്രോഗ്രസീവായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് പോയി ദൈവത്തെ അറിയുവാനും അവനെ അറിഞ്ഞ് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അറിയുവാൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുവാൻ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നേരത്തെ പൗലോസ് അങ്ങനെ പറഞ്ഞു, പത്രോസ് ഇങ്ങനെ പറയുന്നു. അതിനെ തുടർന്ന് നിങ്ങൾ ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും എല്ലാം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരായിരിക്കും, നിങ്ങൾ നിഷ്ഫലന്മാരായിരിക്കും. എന്നിട്ട് പറയുന്നു, ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും. അബണ്ടന്റ് എൻട്രൻസ്. നമുക്ക് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയെങ്കിലും കഷ്ടിച്ച് അങ്ങ് പ്രവേശിച്ചാൽ മതി. കഷ്ടിച്ചങ്ങ് പ്രവേശിക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ടു, കഷ്ടിച്ചങ്ങ് പ്രവേശിക്കുക. പക്ഷെ ഇവിടെ ദൈവവചനം പറയുന്നത് നിങ്ങൾക്ക് ധാരാളമായ ഒരു പ്രവേശനം സാധ്യമാണ്. ധാരാളമായ ഒരു പ്രവേശനം സാധ്യമാണ്. നമ്മൾ ഉത്സാഹത്തോടുകൂടെ ഈ ഒരു വഴിയെ മുമ്പോട്ട് പോകുമ്പോൾ, ഉത്സാഹത്തോടുകൂടെ വർദ്ധമാനമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിന്റെയും മധ്യത്തിൽ ദൈവമേ എനിക്ക് അങ്ങയെ കൂടുതൽ അറിയണം, ഇതിന്റെ മധ്യത്തിലൂടെ അങ്ങ് എന്നോട് എന്താണ് ഇടപെടുന്നത്, അങ്ങ് എന്താണ് സംസാരിക്കുന്നത്, അങ്ങേ എനിക്ക് കൂടുതൽ അറിയണം, അങ്ങയെ അറിയുവാൻ, അങ്ങയുടെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയുവാൻ, അങ്ങയുടെ കഷ്ടതയുടെ കൂട്ടായ്മയെ ഞാൻ അറിയുവാൻ, ഈ സാഹചര്യത്തിലൂടെ അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിന് കൂടുതൽ പങ്കാളിയെ തീരുവാൻ അങ്ങയെ എനിക്ക് അറിയണം, അങ്ങയെ എനിക്ക് കേൾക്കണം. ഈ ഒരു അന്വേഷണം ആണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു അന്വേഷണം, ദൈവത്തെയുള്ള ആ ഒരു അറിവ് നാം വർദ്ധമാനമായി ക്രിസ്തീയ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നിത്യരാജ്യത്തിലേക്ക് നമുക്കൊരു എങ്ങനെയെങ്കിലുമുള്ള ഒരു കഷ്ടിച്ച് ഞാനങ്ങ് പ്രവേശിച്ചു എന്നുള്ളതിനെക്കാട്ടിലുപരി നമുക്ക് ധാരാളമായ പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ധാരാളമായ ഒരു പ്രവേശനം ഉണ്ടാകുവാനായിട്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം നിത്യരാജ്യത്തിലേക്ക് ധാരാളമായ ഒരു പ്രവേശനം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് അങ്ങനെ നിത്യരാജ്യത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ധാരാളമായ ഒരു പ്രവേശനം ലഭിക്കുന്നതിന്, ദൈവത്തെ അറിയുന്നതിന് എന്തൊക്കെയാണ് തടസ്സങ്ങളായിട്ടുള്ളത്? ചില തടസ്സങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയും. നമുക്ക് ദൈവത്തെ അറിയുന്നതിനുള്ള തടസ്സങ്ങൾ. ഒന്നാമതായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്, നമുക്ക് ദൈവത്തെ അറിയുന്നതിന്, ഇപ്രകാരം ദൈവത്തെ അറിയുന്നതിനുള്ള തടസ്സം, നമുക്ക് ഒരു നന്ദിയില്ലാത്ത ഹൃദയം, അല്ലെങ്കിൽ നമുക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നന്ദിയില്ലായ്മ, ഒരു തരം സെൽഫ് സഫിഷ്യൻസി. ഞാൻ എന്നിൽ തന്നെ ഞാൻ തൃപ്തനാണ്. എനിക്ക് ദൈവം എന്നെ നടത്തിയ വഴികളെക്കുറിച്ച് കൊടുത്തത് നന്ദിയില്ല. എന്നിൽ തന്നെ ഞാൻ അങ്ങ് തൃപ്തനായിട്ടിരിക്കുകയാണ്. എനിക്ക് ദൈവത്തെക്കുറിച്ചും മറ്റു വ്യക്തികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് പല ഡിമാൻഡുകൾ. ഇങ്ങനെ ഡിമാൻഡുകളുള്ള നന്ദിയില്ലാത്ത ഒരു ഹൃദയത്തിന് ഞാൻ ഉടമയാണെങ്കിൽ, ഞാൻ എന്നിൽ തന്നെ തൃപ്തനായിട്ടിരിക്കുന്ന ഡിമാൻഡുകളുള്ള നന്ദിയില്ലാത്ത ഒരു ഹൃദയത്തിന് ഉടമയാണെങ്കിൽ എനിക്ക് ദൈവത്തെ അറിയുന്ന ഒരു ജീവിതത്തിൽ വളരുവാനായിട്ട് കഴിയുകയില്ല. പലപ്പോഴും നമുക്ക് പ്രിയ സഹോദരന്മാരെ, നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ചേറ്റിലും കുഴിയിലും കിടന്ന് നമ്മുടെ പൊക്കിൾ കൊടി മുറിക്കാതെ രക്തത്തിൽ കിടന്ന് കുളിച്ച് ഉരുണ്ട സമയത്ത് അന്ന് ദൈവം നമ്മോട് ദയ കാണിച്ചു, മനസ്സിൽ തോന്നി, നമ്മെ തൂക്കിയെടുത്തു. നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ കാണുവാനായിട്ടൊരു അവസരം നൽകി. ദൈവസഭയിൽ അവനൊരു ഇരിപ്പിടം നൽകി. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്ക് അവൻ ഒരു പരിഹാരം നൽകി. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകി. നമ്മെ മുമ്പോട്ട് നടത്തി കുറച്ചു കഴിഞ്ഞപ്പോ ആ ഉദാഹരണത്തെ പോലെ നമ്മൾ പഴയ നിയമത്തിൽ കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ കുറെ കഴിഞ്ഞപ്പോ തന്റെ സ്വന്തം സൗന്ദര്യത്തിൽ അവൾ തൃപ്തയായി അതിൽ നിഗളിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുകയും നമ്മൾ വായിക്കുകയും ഉണ്ടായല്ലോ.
നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിസ്സഹായരായി കടന്നു വന്ന നമ്മെ സംബന്ധിച്ചോളം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഈ നന്ദിയുണ്ടോ? കർത്താവെ, ഞാൻ ഇതിനെന്താണ് യോഗ്യൻ? കർത്താവ് എനിക്കൊരു ഇടം നൽകിയല്ലോ. കർത്താവെ, അങ്ങേ അറിയുവാനായിട്ട് എനിക്കൊരു അവസരം നൽകിയല്ലോ. എനിക്ക് ദൈവസഭയിൽ ഒരു ഇടം നൽകിയല്ലോ. എനിക്ക് സഹോദരങ്ങളെ നൽകിയല്ലോ. കർത്താവെ, ഞാൻ നന്ദിയുള്ളവനാണ്. അതിനു പകരം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിമാൻഡുകളാണോ? നമുക്ക് എന്നെ കണ്ടില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ എന്നെ വിസിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ ആവശ്യത്തിൽ സഹായിച്ചില്ല. അതിനു പകരം ദൈവമേ, ഞാൻ എന്ത് യോഗ്യനാണ്? കർത്താവെ, ഞാൻ എന്ത് യോഗ്യയാണ്? എന്നിട്ടും കർത്താവെ, എനിക്കൊരിടം നൽകിയല്ലോ. അങ്ങ് എന്നെ സ്നേഹിച്ചല്ലോ. നമ്മള് ഇപ്രകാരം ഈ തരത്തിലുള്ള ഡിമാൻഡുകളും നന്ദിയില്ലാത്ത ഹൃദയത്തിനും ഉടമയായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ലൂക്കോസ് 15-ാം അധ്യായത്തിൽ നമുക്ക് ആ ജ്യേഷ്ഠ സഹോദരനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 2 മക്കളുണ്ടായിരുന്നു. ആ ജ്യേഷ്ഠ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവൻ പിതാവിന്റെ ഭവനത്തിലായിരുന്നു. പിതാവിന്റെ ഭവനത്തിൽ ആയിരിക്കെ പിതാവിന്റെ നന്മകളെ കാണാനോ പിതാവിന്റെ സ്നേഹത്തെ രുചിക്കുവാനോ ഒന്നും കഴിയാതെ പിതാവിന്റെ ഭവനത്തിൽ അവൻ ഇരിക്കുമ്പോൾ പരാതികളുമായി പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ മൂത്ത സഹോദരനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പരാതികളുമായിട്ട് ഇരിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവന് ചില ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. അവന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ 29-ാം വാക്യം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവനോട് 15-ാം അധ്യായം ലൂക്കോസ് 15:29 അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഞാൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്റെ വീട്ടിലുണ്ട്, ഞാൻ നിന്നെ സേവിക്കുന്നു, ഞാനിവിടെ വീട്ടിലുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടെ, ദൈവമേ, എനിക്ക് ഈ വീട്ടിലൊരു അവസരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് തന്റെ പിതാവിന് നന്ദിയുള്ള ഹൃദയത്തോടെ, പിതാവേ, അങ്ങ് ഇതെല്ലാം എനിക്ക് നൽകിയല്ലോ, ഈ ഭവനത്തിലാകുവാനായിട്ട് ഇവിടെ ഒരു അവസരം എനിക്ക് നൽകിയല്ലോ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിന് നന്ദിയുള്ളവനായി, തന്റെ സ്വന്തം പിതാവിന് നന്ദിയുള്ളവനായി, പിതാവിന്റെ സ്നേഹത്തെയും പിതാവിന്റെ നന്മയെയും കണ്ട് അവൻ അവിടെ നന്ദിയോടെ വസിക്കുന്നതിന് പകരം അവനെ സംബന്ധിച്ചുള്ള അവനൊരു ഡിമാൻഡാണ്, എനിക്ക് ആട്ടിൻകുട്ടിയെ തന്നില്ല. നമുക്ക് എന്തെങ്കിലും ഡിമാൻഡ്, പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഇവിടെ ദൈവസഭയിലായിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, സഭയിലുള്ള സഹോദരന്മാരോട്, എന്നാലും എന്നെ ആ രീതിയിൽ എന്നെ സ്നേഹിക്കുന്നവണ്ണം സ്നേഹിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നവണ്ണം ബഹുമാനിക്കുന്നില്ല. നമുക്ക് പലതരത്തിലുള്ള ഇത് ശരിയായിരിക്കാം ഒരു പക്ഷേ, എന്നാൽ നമ്മെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ഈ ഡിമാൻഡുകളുമായിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവമേ, എന്റെ സാഹചര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന അങ്ങ്, അല്ലെങ്കിൽ നമുക്ക് എന്നെ കാണുന്നില്ല, എന്നെ വിസിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നില്ല. ഇതിനു പകരം ദൈവമേ, ഞാനൊരു താഴ്മയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന്, കർത്താവെ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. കർത്താവെ, എനിക്ക് വിളിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ, എനിക്ക് ബഹുമാനിക്കാൻ എനിക്ക് കഴിയുമല്ലോ. ഞാൻ ഒരു തരത്തിലുള്ള ഡിമാൻഡുകളും ഇല്ലാത്തവനായി നന്ദിയുള്ള ഹൃദയത്തോടെ, അർഹിക്കാത്തത് മാത്രം ലഭിച്ച ഒരു വ്യക്തിയായിട്ട്, കർത്താവെ, എനിക്ക് ആ ഒരു ബോധ്യത്തോടെ ഞാൻ ദൈവസഭയിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തെ അറിയുവാനായിട്ട് കഴിയും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ അറിവിൽ ഒരു വർദ്ധമാനം ഉണ്ടാവും, ഒരു ഇൻക്രീസ് ഉണ്ടാവും. കുറെ നാളുകൾ കഴിയുമ്പോഴും നമ്മൾ ദൈവത്തെ അറിയാത്തവരായി, നമ്മൾ ദൈവപരിജ്ഞാനമില്ലാത്തവരായി, നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവപരിജ്ഞാനമില്ലാത്തവരായി നാം പ്രതികരിക്കുകയില്ല. ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മെ അഭ്യസിപ്പിക്കും, ദൈവം നമ്മെ പഠിപ്പിക്കും, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും, ദൈവം നമ്മെ മുമ്പോട്ട് നടത്തും. അപ്പോ നമുക്ക് ഈ മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം അവൻ പിതാവിന്റെ ഭവനത്തിലായിരുന്നു, പക്ഷേ അവൻ പിതാവിന്റെ സ്നേഹത്തിന് പുറത്തായിരുന്നു. അവന് പിതാവിനെ അറിയില്ലായിരുന്നു, അവന് പിതാവിന്റെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരെ തെറ്റായി ആരോപിക്കുന്നവനാണ്. അവൻ പറയുന്നത്, നിന്റെ മകനുണ്ടല്ലോ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ആയിരുന്നു. അവിടെ പറയുന്നത്, നീ എനിക്കൊരു, ഇപ്പം വായിച്ച വാക്യത്തിൽ, നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. 30-ാം വാക്യം, വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ. അപ്പൊ ആരാ പറഞ്ഞത്? പുള്ളിയുടെ അടുത്ത് ഈ അനിയൻ വേശ്യമാരോടുകൂടെയാണ് സമയം ചെലവഴിച്ചത്. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കഠിനമായ ഈ ഹൃദയം, തനിക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് തന്റെ ആ സഹോദരനെ കുറെ കാര്യങ്ങൾ ആരോപിച്ച് അവന് കുറെ ഡിമാൻഡുകളുമായിട്ട് അസ്വസ്ഥനായി, ദൈവപരിജ്ഞാനമില്ലാത്തവനായി ഒരു ചെറുപ്പക്കാരനെ നമ്മളവിടെ കാണുന്നു.
എന്നാൽ തെറ്റായ വഴിയിലൂടെ പോയെങ്കിലും അവന് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അനുതാപത്തോടെ മാനസാന്തരത്തോടെ വന്ന് ഈ ഇളയകുമാരൻ അവൻ ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ പിൽക്കാല ചരിത്രം കൂടുതലായിട്ട് നമ്മൾ ഈ ഭവനത്തിൽ വായിക്കുന്നില്ല. എന്നാൽ ദൈവഭവനത്തിൽ അവൻ ചെല്ലുന്നത് ഞാൻ ഇതിന് യോഗ്യനല്ല, നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്ന ഒരു ഇളയകുമാരനെയും നമ്മൾ അവിടെ കാണുന്നു. നാം നമ്മുടെ പ്രിയ സഹോദരന്മാരെ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്രകാരം അൺതാങ്ക്ഫുൾ ആയിട്ടുള്ള സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഡിമാൻഡുകളുമായിട്ട് നാം ഇരിക്കുന്നെങ്കിൽ നമുക്ക് ദൈവപരിജ്ഞാനത്തിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയുകയില്ല. മറ്റൊരു തടസ്സം, നമുക്ക് ദൈവത്തെ അറിയുന്നതിന് തടസ്സം, നമുക്ക് ഡിപ്പെൻഡൻസ് ഓൺ മെൻ, മനുഷ്യരിലുള്ള ആശ്രയം, അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ തടയുന്നു. മനുഷ്യരിലുള്ള ആശ്രയം നമുക്ക് എപ്പോഴും നമ്മൾ വായിക്കുന്ന പരിചയമുള്ള മറ്റൊരു വാക്യമാണ് യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം. എന്നാലും അത് വളരെ പ്രസക്തമായ ഒരു വാക്യമായതുകൊണ്ട് ഞാനത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. യിരെമ്യാവ് 17-ന്റെ 5-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ മനുഷ്യനിലാണ് ആശ്രയിക്കുന്നത്, ജഡത്തെ തന്റെ ഭുജമാക്കിയിരിക്കുന്നു, അവൻ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറിയിരിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. അവനെ സംബന്ധിച്ചോളം വരണ്ട ഒരു ജീവിതം, ദൈവത്തെ അറിയുന്ന ഒരു പച്ചയായ ജീവിതം അവനില്ല. അവൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നു, അവൻ ജഡത്തിൽ ആശ്രയിക്കുന്നു, അവൻ യഹോവയെ അവൻ വിട്ടുമാറുന്നു. അവന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് കഴിയുകയില്ല. ഒരു പച്ചപ്പുള്ള ജീവിതത്തിലേക്ക് അവന് വരുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇതാ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. കാര്യം അവന് ദൈവത്തോടുള്ളൊരു കണക്ഷനുണ്ട്. അവന്റെ വേരുകൾ ആഴമായി പോയി ആ ദൈവ ജീവനിൽ നിന്ന് അവൻ പങ്കാളിയായിത്തീരുന്നു. അപ്പോ ഈ ഒരു സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിൽ അവന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന് താല്പര്യമുണ്ടോ? ദൈവത്തെ അറിയുന്ന ഒരു ജീവിതം. അങ്ങനെയെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കാതിരിക്കുക. അതാരായിക്കൊള്ളട്ടെ. നമ്മെ സംബന്ധിച്ചോളം നമുക്ക് മുമ്പിൽ മനുഷ്യരുണ്ട്, നമുക്ക് കാണുവാനായിട്ട് മനുഷ്യരുണ്ട്. പക്ഷെ എന്റെ ആശ്രയം ആരിലാണ്? നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമുക്ക് ചർച്ചിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ. ഞാനൊരു ജോലി ചെയ്യുന്നു, ജോലി സ്ഥലത്ത് ഞാൻ ആരിലാണ് ആശ്രയിക്കുന്നത്? ഞാൻ മനുഷ്യരിലാണോ അതോ ദൈവത്തിലാണോ ഞാൻ ആശ്രയിക്കുന്നത്? ദൈവമാണ് എനിക്ക് ആരോഗ്യം നൽകുന്നത്, ദൈവമാണ് എനിക്ക് ജോലി നൽകുന്നത്. ഞാൻ വീട്ടിലുള്ള എന്റെ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്. ഇനി അവരൊക്കെ എനിക്ക് ഒരു പ്രൊട്ടക്ഷനും കാവലും കരുതലും എന്നെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ എന്റെ ആശ്രയം ആരിലാണ്? നിങ്ങളെ സംബന്ധിച്ചോളം പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്കും ഈ ഒരു കാര്യത്തെ നിങ്ങൾ അഭ്യസിക്കണം. എന്റെ ആശ്രയം ദൈവത്തിലാണ്. എനിക്കായിട്ട് കരുതുന്ന എന്റെ മാതാപിതാക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എന്റെ മാതാപിതാക്കളുണ്ട്. എന്നാൽ പെറ്റമ്മ മറന്നാലും എന്നെ മറക്കാത്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവിലാണ് എന്റെ ആശ്രയം. എന്റെ കണ്ണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ രീതിയിലുള്ള ഒരു അഭ്യസനം നമ്മുടെ ജീവിതത്തിൽ ആളുകളിലേക്ക്, നമ്മുടെ ചർച്ചിൽ നമ്മൾ വരുന്നു. ചർച്ചിൽ ആത്മീയമായിട്ട് നയിക്കാനുള്ള സഹോദരന്മാരുള്ളപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിന് വേണ്ടി നാം ഈ സഹോദരന്മാരെയാണോ നോക്കുന്നത്? നമുക്കൊരു പ്രശ്നം വരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദമുണ്ട്, ഉടനെ ഏറ്റവും ആദ്യം എന്താ നമുക്ക് ചെയ്യുക? ജോജി പേറിന്റെ ഫോൺ നമ്പർ ഉണ്ടോ? ജോജി പറഞ്ഞു, വേറെ പ്രാർത്ഥിക്കാം. ശരി. അപ്പം ഭാരം നിങ്ങൾ ഇറക്കി വെച്ചു. ഭാരം ആരുടെ മേലെ ഇറക്കി വെച്ചു? ഭാരം വഹിക്കുന്ന ഒരു സഹോദരനുള്ളതുകൊണ്ട് സഹോദരന്റെ മേൽ ഭാരം ഇറക്കി വെക്കരുത്. അങ്ങനെ ഇറക്കി വെച്ചാൽ ദൈവത്തെ അറിയാനായിട്ട് പറ്റില്ല. നമ്മുടെ സഹോദരന്മാരെ നമ്മൾ വിളിക്കണം. പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ വിളിക്കുകയും പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ, ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ഒന്ന് ദൈവത്തെ വിളിക്കുക. ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ അങ്ങെന്താ കർത്താവെ ആഗ്രഹിക്കുന്നത്? ഈ സാഹചര്യത്തിലൂടെ എനിക്ക് അങ്ങേ അറിയണം. ഈ സാഹചര്യത്തിലൂടെ. അതിനെ തുടർന്ന് നിങ്ങൾ ബ്രദറിനെ വിളിച്ച്, ബ്രദറെ, ഞങ്ങള് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിന്റെ മധ്യത്തിൽ, ഈ സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ ദൈവം എന്നോട് ഇങ്ങനെ ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. സഹോദരനും തുടർന്ന് പ്രാർത്ഥിക്കണം.
എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ രീതിയാണ്. നിങ്ങളുടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ നിങ്ങൾക്ക് മുഖാമുഖമായി കണ്ടു. പല സമയങ്ങളിലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഉടനെ ഫോൺ എടുത്ത് ബ്രദറെ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുവാനുള്ള അവസരത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുവാനായിട്ട്. അപ്പോ നമുക്ക് അന്യോന്യം പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് എല്ലാവരും അന്യോന്യം പ്രാർത്ഥിക്കണം. നാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവത്തെ നമ്മൾ ആത്മീക സഹോദരനായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലിസ്ഥലത്തെ നമ്മുടെ അധികാരികളായിക്കൊള്ളട്ടെ, നമ്മുടെ ഭവനത്തിലെ വ്യക്തികളായിക്കൊള്ളട്ടെ, നമ്മുടെ ആശ്രയം അവരിലായിരിക്കരുത്, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കും. ചിലരെ സംബന്ധിച്ചോളം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഇസ്രായേൽ മക്കൾ യോഹന്നാൻ അവരോട് മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആ യഹൂദ ജനങ്ങളോട് മാനസാന്തരത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 8-ാം വാക്യം 3-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ എന്ന് പറഞ്ഞ് യോഹന്നാൻ അവരോട് ശക്തമായിട്ട് വചനം സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത വാക്യം എന്താ പറയുന്നത്? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. എന്തിനാ അദ്ദേഹം അങ്ങനെ പറയുന്നത്? അദ്ദേഹം പറയാണ് എബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അവരെ സംബന്ധിച്ചോളം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവ വഴിയിലേക്ക് പോകുന്നതിന് തടസ്സമായിട്ട് ഇങ്ങനെ ഉള്ള ചില ക്ലീഷേസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അവരുടെ മനസ്സിൽ എന്ത് കാര്യം വന്നാലും എബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഞങ്ങൾ CFC ചർച്ചിലാണ്, സാക് പുനൻ ബ്രദർ അദ്ദേഹം ഇവിടെ കോൺഫറൻസിന് വരും, സാക് പുനൻ ബ്രദർ CFC ചർച്ച്, ഞങ്ങൾക്ക് ജോജി പേർ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചില വ്യക്തികളെ, ചില ആളുകളെ അവരെ കണ്ടിട്ട് ദൈവവചനം പറയുന്നത് എബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നീ പറയരുത്. ഈ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞപ്പോ യോഹന്നാൻ പറഞ്ഞു, കുറച്ചു കഴിഞ്ഞ് നമ്മൾ ലൂക്കോസിൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മള് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ അദ്ദേഹം സുവിശേഷം എഴുതുന്ന സമയത്ത് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവര് പറയുന്നത് എന്താ? അതായത് നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് പറഞ്ഞപ്പോ അവരെന്താ പറയുന്നത്? തന്നിൽ വിശ്വസിച്ച് 31-ാം വാക്യം മുതൽ തന്നിൽ വിശ്വസിച്ച് യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായ എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഈ സത്യം മനസ്സിലാകുന്നതിന് തടസ്സമായി നിന്നത് എന്താണ്? അവരെന്താ മറുപടി പറയുന്നത്? അവർ അവനോട് ഞങ്ങൾ എബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിട്ടില്ല. അവരുടനെ പറയുകയാണ് ഞങ്ങൾ എബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങൾക്ക് എബ്രഹാം പിതാവായിട്ടുണ്ട്. അപ്പോ നമ്മൾ അതിനെ തുടർന്ന് യേശു അവരോട് നിങ്ങൾക്ക് 39-ാം വാക്യം അവർ അവനോട് എബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവനോട് നിങ്ങൾ എബ്രഹാമിന്റെ മക്കളെങ്കിൽ എബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ഈ നമ്മൾ മുമ്പിൽ കാണുന്ന ഈ ദൈവമനുഷ്യരായ വ്യക്തികൾ അവരെല്ലാം ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നവരാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളിലോ ദൈവത്തെ വ്യക്തിപരമായി കണ്ടവരാണ്, ദൈവത്തെ മുഖാമുഖം കണ്ടവരാണ്, ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ്. ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യരിൽ നമ്മൾ ആശ്രയിച്ച് നമ്മുടെ കണ്ണ് അവരിലേക്ക് നാം ഉയർത്തിയാൽ നമുക്ക് ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുവാനായിട്ട് കഴിയുകയില്ല. നിങ്ങളുടെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ, നിങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ അവിടെ നിങ്ങൾ ഫോണെടുത്ത് ദൈവത്തെ വിളിക്കുക, ഹൃദയത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക, നമ്മുടെ കണ്ണ് അവങ്കിലേക്ക് ഉയർത്തുക. ദൈവമേ, ഈ സാഹചര്യത്തിൽ എനിക്കങ്ങേ അറിയണം. മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി എബ്രഹാമിന്റെ പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തെ അറിയണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. അതാണ് പച്ചയായുള്ള ഒരു ജീവിതത്തിന്റെ രഹസ്യം. മൂന്നാമതായിട്ട് ദൈവത്തെ അറിയുന്നതിന് തടസ്സമായിട്ടുള്ളത് ദൈവത്തിന്റെ ദാനങ്ങളിൽ നമ്മൾ തൃപ്തരായി തീരുക. ബീയിങ് കണ്ടന്റ് വിത്ത് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. നമ്മൾ ഗിവറിലല്ല, നമുക്ക് ദാനങ്ങൾ നൽകുന്ന ദാതാവായ ദൈവത്തെ കാണുന്നതിന് പകരം നമ്മൾ ദാനങ്ങളിൽ തൃപ്തരായി തീർന്നാൽ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ആ ഒരു ചിത്രം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ 6 പലപ്പോഴും ഇന്നത്തെ നമ്മുടെ കണ്ടംപററി ക്രിസ്തീയ ലോകത്തിലും ഇന്ന് അനേകം കൂട്ടങ്ങളിൽ ധാരാളം ആളുകൾ പോകുന്ന ഒത്തിരി കൂട്ടങ്ങളുണ്ട്. ഈ കൂട്ടങ്ങളിലൊക്കെ
അവിടെ നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരിക, നിങ്ങൾക്ക് ഈ കാര്യം ലഭിക്കും, നിങ്ങളുടെ ഈ കാര്യങ്ങൾ മാറും, നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സൗഖ്യം ലഭിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ന ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും. പല കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ. എന്നല്ല, അതിനേക്കാട്ടിലുപരി എനിക്ക് ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുന്ന ഒരു ജീവിതത്തിലേക്ക് അവർക്ക് വളരുവാനായിട്ട് സാധിക്കുന്നില്ല. ഓരോ മീറ്റിങ്ങുകൾ കഴിയുന്തോറും മീറ്റിങ്ങുകളിലും വീണ്ടും അവരുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ, ഇതിലേക്ക് മാത്രം അവരുടെ മനസ്സും ചിന്തയും പോകുന്നത് കൊണ്ട് അവരുടെ മനസ്സ്, കണ്ണുകൾ അവർക്ക് ഉയരത്തിലേക്ക് ഉയർത്തുവാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ കൊലോസ്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും തടസ്സമായി നിൽക്കുന്നത് ഈ ഭൂമിയിലേക്ക് ഉള്ള ദാനങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകുന്നതാണ്. നമ്മളിവിടെ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 26-ാം വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. ഇവിടെ തന്റെ പുറകെ വന്ന പുരുഷാരത്തോട് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഈ ഒരു അത്ഭുതം നടന്നപ്പോ ആ അത്ഭുതത്തിൽ നിങ്ങൾ ഈ അത്ഭുതം നടത്തിയ ആ ഒരു ദാതാവിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ അത്ഭുതത്തിലൂടെ ദൈവത്തെ അടുപ്പിക്കുവാനായിട്ട് അതൊരു അടയാളമായിരുന്നു, അതൊരു ചൂണ്ടുപലകയായിരുന്നു. ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ നയിക്കുവാനുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു, അതൊരു അടയാളമായിരുന്നു. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം ആ അത്ഭുതത്തിൽ നിങ്ങൾ ആ ദൈവത്തെ കയറി പിടിച്ചില്ല, ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തിയില്ല. ആ അത്ഭുതത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ എവിടേക്കാ നോക്കിയത്? നിങ്ങൾ അപ്പത്തെ നോക്കി, നിങ്ങൾ അപ്പത്തെ നോക്കി. പക്ഷെ ജീവ അപ്പത്തെ നിങ്ങൾ കണ്ടില്ല. ഞാനാണ് ജീവനപ്പം, ഞാനാണ് ജീവനെ നൽകുന്നവൻ. ജീവോപ്പമായ എന്നെ നിങ്ങൾ നോക്കാതെ ഈ നശിച്ചു പോകുന്ന അപ്പത്തിങ്കിലേക്ക് നിങ്ങൾ നോക്കി. അതാണ് നമ്മൾ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 35-ാം വാക്യം ശ്രദ്ധിക്കുക. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. പക്ഷേ അവന്റെ അടുക്കലേക്ക് അവൻ ചെല്ലുന്നതിന് പകരം ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ അത്ഭുതത്തിലേക്ക് മാത്രം, അപ്പത്തിലേക്ക് മാത്രം അവർ പോയി. അവന്റെ അടുക്കലേക്ക് അവർ ചെന്നില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇവിടെ ദൈവസഭയിലായിരിക്കുന്നത്, നാം അനേക നാളുകളായിട്ട് ദൈവത്തെ പിൻപറ്റുന്നത് എന്തിനാണ് പ്രിയമുള്ളവരെ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അപ്പത്തിന് വേണ്ടിയാണോ, അതോ ദാതാവായ ദൈവത്തിന് വേണ്ടിയാണോ, ദൈവത്തിന്റെ അടുക്കലേക്കാണോ? നാം അപ്പത്തിന് വേണ്ടിയാണോ, അതോ ജീവ അപ്പത്തിന് വേണ്ടിയാണോ? നാം, കർത്താവേ എനിക്ക് അപ്പമില്ലെങ്കിലും കർത്താവേ എനിക്ക് ദാതാവായ അങ്ങേ എനിക്കറിയണം. നമുക്ക് ഈ തരത്തിലുള്ള ദാനങ്ങൾ, നമുക്ക് ദാതാവിനെ അറിയുന്നതിന് നമുക്ക് തടസ്സമായി തീരാം. അതുകൊണ്ട് നമ്മൾ അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വീണ്ടും വായിക്കുന്നത് 60-ാം വാക്യം, യോഹന്നാൻ 6-ന്റെ 60-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിനെ തുടർന്ന് നമ്മൾ 58-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന 58, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. അവരെ സംബന്ധിച്ചോളം ആ അപ്പം, ജീവ അപ്പമാകുന്ന ക്രിസ്തുവിനെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ഈ കാര്യങ്ങളെയെല്ലാം അവരോട് യേശുക്രിസ്തു നേരിട്ട് സംസാരിച്ചപ്പോൾ 60-ാം വാക്യം, അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവനെ വിട്ടുപോയി. അവരവനെ വിട്ടുപോയി. പത്രോസിനോടും കർത്താവ് ചോദിക്കുന്നു, നിനക്കും പോകുവാൻ മനസ്സുണ്ടോ? അവൻ പറയുന്നു, നിത്യജീവന്റെ മൊഴികൾ കർത്താവേ നിന്നിലുണ്ട്, ഞങ്ങൾ വേറെ എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ കർത്താവിന്റെ അടുക്കിലേക്ക്, നിത്യജീവന്റെ മൊഴികളെ നൽകുന്ന ജീവാപ്പമായ കർത്താവിന്റെ അടുക്കിലേക്ക് പത്രോസിന് ചെല്ലുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, അവന്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ, അവൻ മുമ്പോട്ട് പോയ ഓരോ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ പത്രോസിന് കഴിഞ്ഞു. പത്രോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല, അവൻ മറ്റുള്ളവരെ വെല്ലുവിളിച്ചു, നിങ്ങൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം എന്ന് പറഞ്ഞ് അവന് ലേഖനം എഴുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ കണ്ണ് എവിടെയാണ്? നമ്മുടെ അന്വേഷണം എവിടെയാണ്? നമ്മൾ അപ്പത്തെയാണോ, ജീവ അപ്പത്തെയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? മറ്റൊരു തടസ്സം നമുക്ക് ദൈവത്തെ അറിയുന്നതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ അൺവില്ലിങ്നെസ് ടു സഫർ. നമുക്ക് കഷ്ടത അനുഭവിക്കുവാനായിട്ടുള്ള നമ്മുടെ മനസ്സില്ലായ്മ അല്ലെങ്കിൽ വിസമ്മതം. നമുക്ക് എപ്പോഴും നമുക്ക് കഷ്ടതയില്ലാത്ത വിശാലമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുവാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. ആരും എന്നെ തൊടരുത്, എനിക്ക് ഒരു തരത്തിലുള്ള കഷ്ടതയും വരരുത്, എനിക്ക് ബാഹ്യമായിട്ടുള്ള ഒരു അസുഖങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ കഷ്ടതകളോ ആളുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളോ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളോ വീട്ടിലുള്ള പ്രശ്നങ്ങളോ ഒരു പ്രശ്നവും ഉണ്ടാകാതെ കാര്യങ്ങളെല്ലാം പോയാൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം ഇപ്പൊ എന്റെ കൂടെയുണ്ട്. അപ്പൊ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാൽ ദൈവം കൂടെ ഇല്ലേ?
പക്ഷേ പലപ്പോഴും ഈ കഷ്ടതയുടെ തീച്ചുളയുടെ മധ്യത്തിലാണ് ദൈവം ഏറ്റവും വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഒരു സമയത്ത് പത്രോസിന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് പത്രോസിനെ സംബന്ധിച്ചോളം ഈ കാഴ്ച ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിന്റെ ജീവിതത്തിൽ വന്ന ഈ ഒരു മാറ്റത്തിന്റെ മനോഹാരിത നമ്മെ വെല്ലുവിളിക്കുന്നു. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്, നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ 16-ാം അധ്യായത്തിൽ 21-ാം വാക്യം നമ്മൾ വായിക്കുക. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അങ്ങനെ പ്രസ്താവിച്ചു തുടങ്ങിയപ്പോ പത്രോസ് 22-ാം വാക്യം, അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. കർത്താവേ, ഈ ഒരു കഷ്ടതയുടെ വഴിയിലൂടെ നീ പോകരുത്. കഷ്ടതയുടെ വഴിയിലൂടെ പോകുന്നത് നല്ലതല്ല. ഈ കഷ്ടതയുടെ വഴിയിലൂടെ, ഈ ക്രൂശിന്റെ മാർഗത്തിലൂടെ നീ പോകരുത് എന്ന് പറഞ്ഞ് അവനെ വേറിട്ട് ശാസിച്ചു തുടങ്ങി. പക്ഷേ പിതാവിനെ അറിയാമായിരുന്ന യേശു കർത്താവ് അവിടെ പറയുന്നു, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതത്രേ നീ കരുതുന്നത് എന്ന് പറഞ്ഞു. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനുഷികമായ അന്വേഷണം, മാനുഷികമായ ചിന്ത, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂശിന്റെ മാർഗം, ഒരു ഇടുക്കമുള്ള വഴി, അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഫറിങ്, അത് അവന്റെ നിഘണ്ടുവിലില്ല. ആ സമയത്ത് അവന്റെ മനസ്സിലാകെ രാജാവായി വരുന്ന കർത്താവ്, അവന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഞങ്ങൾ ഒന്നിച്ച് ഭരിക്കാൻ പോകുന്ന ആളുകൾ, ഈ തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം, എല്ലാം ഭരിക്കുന്ന, എല്ലാ അനുഗ്രഹത്തിന്റെ അവിടെ അങ്ങനെയുള്ള ആളുകളുടെ നിഘണ്ടുവിൽ കഷ്ടതയില്ല, പ്രയാസങ്ങളില്ല, വേദനകളില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിലൂടെ പോകുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ പ്രിയ സഹോദരന്മാരെ? ദൈവത്തെ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു സഹോദരനും സഹോദരിയുമായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പറയുക, കർത്താവേ, ഏത് വഴിയിലൂടെ അങ്ങനെ കടത്തിയാലും എനിക്ക് അവിടെ എന്റേതായിട്ടുള്ള സ്വന്തം താല്പര്യങ്ങളില്ല. കർത്താവേ, ഞാൻ എപ്പോഴും ഒരു വിശാലമായ വഴിയിലൂടെ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ നടത്തുന്ന ഏത് വഴിയിലും കർത്താവേ, എനിക്ക് ഏതാണ് ഗുണമെന്ന് എനിക്കറിയില്ല, എന്നാൽ നിന്റെ വഴിയിലൂടെ പോകുവാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. ആ വഴിയിലൂടെ എന്നെ നടത്തണമേ കർത്താവേ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ എന്നാണ് അന്നത്തെ പഴയ പാട്ടുകാരൊക്കെ പാടിയത്. ദൈവത്തെ അറിയുന്നവരായി, ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നവരായി, ദൈവഭക്തരായ അനേക ദൈവഭക്തന്മാർ നമ്മുടെ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ പാടുകയും ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തോട് അടുത്ത ബന്ധവും പുലർത്തി. പക്ഷേ അവർ പുലർത്തിയത് അത് ഓൾ ഓഫ് എ സഡൻ അവരെ സംബന്ധിച്ച് ഇറക്കി കിട്ടിയതായിരുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ തീച്ചുളയുടെ മധ്യത്തിൽ ദൈവത്തെ അറിഞ്ഞവരായിരുന്നു. അവരുടെ കഷ്ടതയുടെ മധ്യത്തിൽ പിറുപിറുത്ത് പരാതിപ്പെട്ട് ഓടിപ്പോയവരായിരുന്നില്ല. കഷ്ടതയിൽ കർത്താവെ പാട്ടുപാടുവാൻ, കർത്താവെ എവിടെ ഞാൻ പിറുപിറുക്കാതെ ഈ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നിന്നെ അറിയണം, നിന്റെ ഉദ്ദേശത്തെ എനിക്ക് അറിയണം, നീ എന്നിൽ പ്രവർത്തിക്കണം, നീ എന്നെ രൂപാന്തരപ്പെടുത്തണം, ഈ ഒരു ആഗ്രഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ മാറ്റി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഓടിപ്പോകുവാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, ഇടുക്ക് വഴിയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുകയില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അൺവില്ലിങ്നെസ് ടു ഗീവ് അപ്പ്, അല്ലെങ്കിൽ അൺവില്ലിങ്നെസ് ടു സറണ്ടർ, അല്ലെങ്കിൽ അൺവില്ലിങ്നെസ് ടു സാക്രിഫൈസ്. നമ്മെ സംബന്ധിച്ചോളം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ ചിലരെ സംബന്ധിച്ചോളം ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അവര് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പ്രയോഗമുണ്ട്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. ആരെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക? ദൈവത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ദൈവത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ പിടിവാശിയെ കാണുന്നില്ല. അപ്പൊ നമ്മുടെ പിടിവാശിയെ നമ്മൾ കണ്ടിട്ട്, കർത്താവെ, എനിക്ക് ഒന്നും പിടിച്ചു വെക്കാനില്ല, ഞാനിതാ അങ്ങയുടെ മുമ്പാകെ എന്നെ തന്നെ തുറന്നു തരുന്നു എന്ന് പറഞ്ഞ് ഒരു സാഹചര്യത്തിന്റെ മുമ്പിൽ പോകുമ്പോ എനിക്ക് മുമ്പോട്ട് വഴി എന്താണെന്ന് അറിയില്ല. ഉടനെ കർത്താവ് ഇത് തന്നെ ചെയ്യണം, എനിക്കറിയില്ല. 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് എനിക്കറിയില്ല. നമ്മെ സംബന്ധിച്ചോളം ആ രീതിയിൽ എനിക്ക് അറിയാതെ ഇരിക്കെ നമ്മൾ എന്താ ദൈവത്തോട് പറയേണ്ടത്? ലോർഡ്, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. ലോർഡ്, നോട്ട് മൈ വിൽ. കർത്താവ്, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം ഈ സാഹചര്യത്തിൽ നിറവേറണം. 26-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നല്ലോ. നമ്മൾ യേശുവിന്റെ ഏറ്റവും പ്രയാസപ്പെട്ട, യേശുവിന്റെ ഏറ്റവും വേദനാജനകമായ അനുഭവത്തിന്റെ മധ്യത്തിൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. 39-ാം വാക്യം, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പല സാഹചര്യങ്ങളുടെ മധ്യത്തിലും, ദൈവമേ, നീ ഇച്ഛിക്കുന്നത് പോലെയല്ല, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ നടക്കട്ടെ.
ഇങ്ങനെയാണ് പലരും പ്രാർത്ഥിക്കാറുള്ളത്. ദൈവമേ, നീ ഇച്ഛിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് അറിയാൻ താല്പര്യമില്ല. കർത്താവെ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ. കർത്താവെ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ വഴികളെ തുറക്കണമേ. കർത്താവെ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കണമേ. എന്നാൽ അതിന് വിപരീതമായിട്ട് ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, ദൈവമേ നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മുടെ നിസ്സഹായതയിൽ ദൈവത്തിന് മുമ്പാകെ ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ, ദൈവത്തെ ഒരു പിതാവായിട്ട് നമുക്ക് അങ്ങനെ കണ്ട് നമുക്ക് അങ്ങനെ പറയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കണ്ണ് നമുക്ക് വേണ്ടി ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കും. ദൈവത്തിന്റെ കണ്ണ് എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിക്കുന്നത്? ആരൊക്കെയുണ്ട് പൂർണ്ണഹൃദയരായ മനുഷ്യർ എന്ന് കണ്ടുപിടിക്കാനാണോ? നമ്മൾ 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ the eyes of the Lord move to and fro throughout the whole earth to strongly support those whose hearts are completely his എന്നാണ് അവിടെ ആ വാക്യം. അതായത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ പോകുന്ന അവരാരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല ദൈവം നോക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അവരെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നോക്കുന്നത്. ഈ പൂർണ്ണ ഹൃദയനായ ഈ സഹോദരന്മാരെയൊക്കെ ദൈവത്തിന് അറിയാം, സഹോദരന്മാരെയൊക്കെ ദൈവത്തിന് അറിയാം. എന്റെ ഈ പൂർണ്ണ സഹോദരനായ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുന്ന ഈ സഹോദരി, ഈ സഹോദരൻ, അവനെ എനിക്ക് ഇപ്പോൾ എന്നെ തന്നെ ബലവാനായിട്ട് കാണിക്കണം, അവനെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യണം. ദൈവത്തിന്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ ഞാൻ ഈ ദൈവത്തിന്റെ ഹിതത്തിന് പകരം ഞാൻ എന്റെ ഹിതവുമായിട്ട് വെച്ചിട്ട് എന്റെ അജണ്ടയുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്ന്, കർത്താവേ എന്റെ ഇഷ്ടം പോലെ നടത്തണമേ, എന്റെ ഇഷ്ടം പോലെ നടത്തണമേ, എന്റെ ഇഷ്ടം പോലെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുകയില്ല, ദൈവത്തിന്റെ വഴികളെ അറിയുവാനായിട്ട് കഴിയുകയില്ല. അവിടെ ഞാൻ പറയുക, കർത്താവേ, നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ. അങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട്, ക്രമേണ ദൈവത്തെ നമുക്ക് അറിയുവാനായിട്ട് കഴിയും. നമ്മുടെ പലരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു വർദ്ധമാനായ ക്രിസ്തീയ ജീവിതം, നമുക്ക് നാം പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ച നിത്യരാജ്യത്തിലേക്കുള്ള സമൃദ്ധമായ ഒരു പ്രവേശനം, അതിന് തടസ്സമായി നിൽക്കുന്നത് പ്രിയ സഹോദരന്മാരെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ അറിവില്ലായ്മയാണ്. ദൈവത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് നമുക്ക് അറിയുവാൻ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകുന്നുണ്ട്. ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ പറഞ്ഞത് അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നന്ദിയില്ലാത്തൊരു ഹൃദയം, നമ്മിൽ തന്നെയുള്ള ഒരു സ്വയ സംതൃപ്തി, മറ്റുള്ള ഡിമാൻഡുകൾ. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളത് വായിച്ചു. നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണത്തെ ഓർക്കാത്തവർ അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഷോർട്ട് സൈറ്റഡ്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് മുമ്പിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ, അത് മാത്രമേ അവർ കാണുന്നുള്ളൂ. എനിക്കുള്ള കുറച്ച് അനുഗ്രഹം, എന്റെ കുടുംബം നന്നാകണം, എന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കുഴപ്പമില്ലാതെ പോകണം. നിത്യതയിലേക്ക് അവർക്ക് കണ്ണെത്തുവാൻ പറ്റുന്നില്ല, അവർക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് മനുഷ്യരിലുള്ള ആശ്രയം. അത് നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളിലാകട്ടെ ആത്മീകമായ കാര്യങ്ങളിലാകട്ടെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങനെയെങ്കിൽ പച്ചയായ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകും. നമ്മൾ ദാനങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദാതാവായ ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമുക്ക് കഷ്ടതപ്പെടുവാനായിട്ട്, കഷ്ടതയുടെ പാതയിൽ ഇടുങ്ങിയ വഴിയിലൂടെ പോകുവാനായിട്ട് നമുക്ക് വിസമ്മതമാണെങ്കിൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മെ എന്തെങ്കിലും തരത്തിൽ നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നമ്മൾ രക്ഷപ്പെടാതെ ആ വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയും. അവസാനമായിട്ട് നമ്മൾ നമ്മുടെ അജണ്ടയുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് പോകാതെ നമ്മൾ, കർത്താവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് നാം ദൈവകരങ്ങളിൽ അർപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള വഴിയിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് കഴിയും. നാം ഓരോരുത്തരും ആബാലവൃദ്ധം ദൈവത്തെ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരും ദൈവത്തെ അറിയുവാനും നമ്മൾ ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കുന്നവരായി തീരുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ദൈവം നമ്മുടെ അകത്തെ മനുഷ്യനെ അവൻ ബലപ്പെടുത്തട്ടെ, നമ്മുടെ ഹൃദയദൃഷ്ടികളെ അവൻ പ്രകാശിക്കട്ടെ, അവന്റെ പരിജ്ഞാനത്തിൽ വർദ്ധിക്കുവാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മറ്റെല്ലാറ്റിനെയും ചവറുമെന്ന് എണ്ണി, കർത്താവെ, അങ്ങയെ അറിയുവാൻ, അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുവാൻ, അങ്ങയുടെ കഷ്ടതയുടെ കൂട്ടായ്മയുടെ അറിയുവാൻ, ഓ ലോർഡ്, ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ചേർന്ന് നമുക്ക് തിരുക്കരത്താൽ